ഇത്രത്തോളം സമയം ദൈവം നമ്മെ സഹായിച്ചു. ഇത്രത്തോളം സമയം ദൈവത്തിൻ്റെ കൃപകളനുഭവിപ്പാൻ ദൈവം നമ്മെ ഇടയാക്കി. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. തുടർന്ന് ദൈവത്തിന് മുമ്പിലായിരിക്കാൻ പോകുകയാണ്. കർത്താവിദാസൻ രാജവർഗീസ് മുന്നോട്ട് കടന്നു വന്ന് ദൈവം നൽകിയ ആലോചന നമ്മോട് അറിയിക്കുന്നതായിരിക്കും. നമുക്ക് അമ്മ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥനയോടുകൂടി ദിവസങ്ങളായിരിക്കാം. കർത്താവിദാസനെ മുന്നോട്ട് ക്ഷണിക്കുന്നു. ഹല്ലേലൂയ. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. ഈ ആഴ്ചപ്പെടുത്തിൻ്റെ 1-ാം ദിവസം നമുക്ക് ഒരുമിച്ച് ഈ ആലയത്തിൽ കടന്നു വന്നു നമ്മുടെ ദൈവത്തെ സ്തുതിപ്പാൻ, നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നൽകിയ സവാസത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. താങ്ക് യു ലോർഡ്. കഴിഞ്ഞ ആഴ്ചയിലൊക്കെയും നമ്മളായിരുന്ന ആ ഇടങ്ങളിലൊക്കെയും ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. പ്രയാസങ്ങൾ, പ്രതിസന്ധികളൊക്കെ നിറഞ്ഞതായ ദുഷ്ടലോകത്തിൽ കണ്ണുനീരിനും കാലിന് വീഴ്ചയെന്ന് പ്രാണന മരണത്തുനിന്നൊക്കെയും ദൈവം നമ്മളെ വിടുവിച്ച് ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മളെ വഹിച്ചല്ലോ. ദൈവത്തിൻ്റെ കൃപയല്ലാതെ പാട്ടുകാരനോട് നമുക്ക് ചേർന്ന് പറയുവാനായിട്ടുള്ളത്, ഞാനാകുന്നത് കൃപയാൽ. താങ്ക് യു ലോർഡ്. ഞാനാകുന്നത് കൃപയാൽ. നമ്മുടെ ദൈവത്തിൻ്റെ കൃപയാണ് നമ്മൾ നിലനിൽക്കുന്നത്, നമ്മുടെ ദൈവത്തിൻ്റെ സൂക്ഷിപ്പ്. താങ്ക് യു ലോർഡ്. കടന്നു വന്ന സമയം മുതൽ നമ്മൾ ദൈവത്തിൻ്റെ ആലോചനയൊക്കെയും കേൾക്കുന്നു. ക്ലാസ്സിൽ കൂടെയും അതുകൂടാതെ സങ്കീർത്തനിൽ കൂടെയൊക്കെയും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിച്ചു കൊണ്ടിരുന്നല്ലോ. സങ്കീർത്തനിൽ കൂടെ നമ്മൾ കേട്ടതുപോലെ തക്ക കാലത്ത് ഫലം കായ്ക്കുന്ന വൃക്ഷം. സങ്കീർത്തനം 1-ാം സങ്കീർത്തനം വളരെ പരിചിതമായിട്ടുള്ള സങ്കീർത്തനം. 1-ാം സങ്കീർത്തനത്തിൻ്റെ അതിൻ്റെ 3-ാം വാക്യം, അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നു, തക്ക കാലത്ത് ഫലം കായ്ക്കുന്നു, ഇല വാടാത്തതുമായ വൃക്ഷം പോലെയും അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. അവൻ ആറ്റരികത്തിൽ നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും. താങ്ക് യു ലോർഡ്. ആ സങ്കീർത്തനിൽ കൂടിയൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, എന്താണ് ഈ ആറ്റരികത്ത് നട്ടിരിക്കുന്ന ആ വൃക്ഷത്തിൻ്റെ പ്രത്യേകത? ഒരു സാധാരണ വൃക്ഷം എന്ന് പറയുമ്പോഴത്തേക്ക് വൃക്ഷവും ആറ്റരികത്ത് നട്ടിരിക്കുന്ന ആ വൃക്ഷവും തമ്മിലുള്ള വ്യത്യാസം, സാധാരണ വൃക്ഷത്തിന് അതിനെ പ്രകൃതി അല്ലെങ്കിൽ കാലാവസ്ഥയെ ഡിപ്പെൻഡ് ചെയ്തതിൻ്റെതായ ആവശ്യമുണ്ട്. കാലാവസ്ഥയെ നോക്കിയാണ് ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതിന് സീസണുകളുണ്ട്. മഴക്കാലമുണ്ട്, വേനൽക്കാലമുണ്ട്. അങ്ങനെ സീസണുകളെ ഡിപ്പെൻഡ് ചെയ്താണ് സാധാരണ വൃക്ഷങ്ങൾ വളരുന്നത്. വേനൽക്കാലമായി കഴിയുമ്പോഴത്തേക്ക് അതിന് വെള്ളം വേണം. എന്താണ് ആ പോയിന്റ്, ആ വാക്യത്തിൽ കൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്? ആരാണ് ഈ സാധാരണ അല്ലെങ്കിൽ ഒരു ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷവും അല്ലെങ്കിൽ ഒരു അല്ലാത്ത ഒരു ലാൻഡിൽ സ്ഥലത്ത് നട്ടിരിക്കുന്ന ആ വൃക്ഷവും തമ്മിലുള്ള വ്യത്യാസം? ഒരു ദൈവവൈതലിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ അവൻ എപ്പോഴും എങ്ങനെയാണ്? ഒരു ആറ്റരികത്ത് നട്ടിരിക്കുന്ന ഒരു വൃക്ഷമാണ്. ആ വൃക്ഷത്തിന്റെ ആറ്റരികത്ത് നട്ടിരിക്കുന്ന ആ വൃക്ഷത്തിന്റെ പ്രത്യേകത എന്താ? അവന് ഈ ലോകത്തിൻ്റെതായ അല്ലെങ്കിൽ ഒരു കാലത്തിൻ്റെതായ വ്യത്യാസമൊന്നും അതിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് മഴയെ നോക്കിയിരിക്കേണ്ട കാര്യമില്ല. ലോകത്ത് എന്ത് നടക്കുന്നു എന്നുള്ള കാര്യം അത് നോക്കേണ്ട കാര്യമില്ല. താങ്ക് യു ലോർഡ്. അതിനപ്പുറത്തായിട്ട് അതിൻ്റെ റൂട്ട് എവിടേക്കാണ് പോയിരിക്കുന്നത്? ഈ ആറ്റരികത്തേക്ക് അതിൻ്റെ റൂട്ട് ഇറങ്ങിയിരിക്കുക. അതിൻ്റെ റൂട്ട് എപ്പോഴും ഈ വെള്ളത്തിനകത്ത് തന്നെയാണ് ഉള്ളത്. ഒരു ദൈവവൈതൻ്റെ ജീവിതത്തിൽ നമ്മുടെ റൂട്ട് എവിടെയായിരിക്കുന്നു എന്നുള്ള കാര്യം നമ്മളെപ്പോഴും തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അതാണ് ഒരു ദൈവവൈതലും ഒരു സാധാരണ വ്യക്തിയും തമ്മിലുള്ള വ്യത്യാസം. സാധാരണ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ അല്ലെങ്കിൽ ലോകത്തിൽ നടക്കുന്നതും ലോകത്തിൻ്റെതായ സിറ്റുവേഷനും അല്ലെങ്കിൽ ലോകത്തിൻ്റെതായ സംഭവങ്ങളും അതെല്ലാം ഈ വ്യക്തിയെ അല്ല ലോകപ്രകാരം ജീവിക്കുന്ന ഒരു വ്യക്തിയെ ലോകപ്രകാരമുള്ള ഒരു വ്യക്തി ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുമ്പോൾ ഒരു ദൈവ പൈതൽ ആ ഒരു ചിന്താഗതിയിലല്ല നമ്മൾ ജീവിക്കേണ്ടത്. നമ്മൾ എപ്പോഴും എങ്ങനെ നമ്മൾ ജീവിക്കുന്നു? നമുക്കറിയാം നമ്മുടെ ദൈവമാണ് നമ്മുടെ സോഴ്സ്. നമ്മുടെ എല്ലാം നമ്മുടെ ദൈവമാണ്. സർവശക്തനായ ദൈവം എങ്ങനെ ഈ ആറ്റിൽ നിന്ന് അവന് വേണ്ടതായ സമയത്ത് അവന് വെള്ളം വലിച്ചു കുടിക്കാം. അത് ആ വൃക്ഷത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി. നിനക്ക് എപ്പം വെള്ളം വേണോ നിനക്കത് വലിച്ചെടുക്കാം. അതുകൊണ്ട് അവൻ എപ്പോഴും എന്തായിരിക്കും? അവൻ പച്ചയായിരിക്കും, അവൻ സമൃദ്ധിയായിട്ടിരിക്കും. യേശു ഒരു സമയത്ത് ഒരു ഉദാഹരണം പറഞ്ഞു, അല്ലെങ്കിൽ നമുക്കറിയാം ദൈവവചനത്തിൽ കൂടെ നടന്നായ യേശുവിൻ്റെ ഐഹിക ജീവിതത്തിൽ നടന്നായ ഒരു സംഭവം.
നമുക്ക് വ്യക്തമായിട്ടറിയാം ആ ഭാഗം. എന്തുകൊണ്ട് ആ തഴച്ചു നിന്നായ ആ അത്തിവൃക്ഷത്തിന്മേൽ യേശു അതിനെ ശപിക്കുവാനായിട്ടിടയായി തീർന്നു? ഒന്ന്, ലോകപ്രകാരമുള്ളതായ എല്ലാ നന്മകളും അല്ലെങ്കിൽ എല്ലാ വെള്ളവും ആ സീസണിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നതായ ഒരു അത്തി അല്ലായിരുന്നു. കിലോ അത് നല്ലപോലെ തളർത്ത് നിൽക്കുന്ന ഒരു അത്തിയായിരുന്നു. ഇനിയോ ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. എന്നാൽ അതിൽ ഫലം കണ്ടില്ല. ആറ്റരികത്ത് നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഫലവും കൂടെ കായ്ക്കണം. നമ്മുടെ യജമാനൻ നമ്മുടെ അടുത്ത് വരുമ്പോൾ ഫലം നമ്മുടെ ജീവിതത്തിൽ ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ യജമാനൻ നമ്മളെക്കുറിച്ച് അത്ര ഹാപ്പി ആയിരിക്കത്തില്ല. താങ്ക്യൂ. നമ്മൾ ഫലം ഉളവാക്കുന്നവരായിരിക്കണം. ഫലം പുറപ്പെടുവിക്കുന്നവരായിരിക്കണം നമ്മൾ. അതുകൊണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ നമ്മൾ ഈ ലോകത്തിൻ്റെതായ അല്ലെങ്കിൽ ഈ ലോകം ചിന്തിക്കുന്നത് പോലെ കാലങ്ങളെ നോക്കി ജീവിക്കേണ്ടതായ ആവശ്യം ഒരു ദൈവത്തിൻ്റെ ജീവിതത്തിലില്ല. ഏത് സാഹചര്യത്തിലും, ഏത് പ്രതിസന്ധിയിലും, ഏത് പ്രതികൂലങ്ങളിലും, ഏത് വരണ്ട കാലാവസ്ഥയിലും, ഏത് പ്രയാസങ്ങളിലും താങ്ക്യൂ ലോർഡ്, നീ നിന്റെ റൂട്ടൊന്ന് താഴേക്ക് ഇറക്കിയാൽ മതി. താങ്ക്യൂ ലോർഡ്. നിനക്ക് ലഭിക്കേണ്ടത് നിനക്ക് ലഭിക്കും. നിനക്ക് വെള്ളമാണ് ആവശ്യം. നിന്റെ വളർച്ചയ്ക്ക്, നിന്റെ ദൈനംദിന ജീവിതത്തിൽ ഒരു വൃക്ഷത്തെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ ഒരു ചെടിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ് വെള്ളം. താങ്ക്യൂ. ഈ വെള്ളം നമ്മുടെ ദൈവത്തിൻ്റെ പക്കലുണ്ട്. ഈ ആറ്റരികത്ത് നട്ടിരിക്കുന്ന ഈ ചെടിക്ക് അല്ലെങ്കിൽ ഈ വൃക്ഷത്തിന് ലഭിക്കും. അതുകൊണ്ട് ലോകത്തിൽ എന്ത് നടന്നാലും, ഏത് പ്രതികൂല സാഹചര്യത്തിലും ഒരു ദൈവപൈതൽ ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന്. ഹല്ലേലൂയ. ആ ദൈവമാണ് നമ്മുടെ സങ്കേതവും നമ്മുടെ ശരണവും. പിന്നെ ഇതൊക്കെ നമ്മളൊന്ന് തിരിച്ചറിയണം. ആറ്റരികത്ത് കൊണ്ട് വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ റൂട്ട് താഴേക്കൊന്ന് ഇറക്കണം കേട്ടോ. അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. നിന്നെ ആറ്റരികത്തോട്ട് കുഴിച്ചു വെക്കാം, പക്ഷെ നിനക്ക് നിന്റെ റൂട്ട് നീ താഴേക്ക് ഇറക്കണം. അത് നിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മൾ ദൈവമക്കളെന്ന് പറഞ്ഞിട്ട് നിന്ന് കാര്യമില്ല. ദൈവത്തിങ്കിലേക്കൊന്ന് അടുക്കണം, ദൈവത്തിങ്കിലേക്കൊന്ന് ചേർന്നിരിക്കണം. എന്നാൽ മാത്രമേ നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുവുള്ളൂ. നിന്റെ അവസ്ഥയ്ക്ക് അല്ലെങ്കിൽ വാടിയും ചുളുങ്ങിയിരിക്കുന്ന അവസ്ഥയ്ക്കൊന്ന് മാറ്റം വരണമെന്നുണ്ടെങ്കിൽ നിന്റെ റൂട്ട് ഈ ദൈവത്തിങ്കിലേക്ക് ഒന്ന് ഇറക്കണം. ദൈവത്തിങ്കിലേക്ക് ഇറക്കിയാൽ താങ്ക്യൂ, ദൈവം നമ്മുടെ അവസ്ഥകളെ മാറ്റും, നമ്മുടെ സ്ഥിതികൾക്ക് മാറ്റം വരും. താങ്ക്യൂ. ഞാൻ ഉദ്ദേശിച്ച സബ്ജക്റ്റിലേക്ക് ഞാനൊന്ന് കടന്നു വരാം. കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെ ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നതായ ഒരു ദൈവത്തിൻ്റെ വചനമാണ്. ഞാൻ ഭാഗങ്ങൾ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് മീൻസ് ആ പോർഷൻ പെട്ടെന്ന് ഈ ദാനിയേലിൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം. ദാനിയേലിൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം. അങ്ങനെ രാജാവിന്റെ കൽപ്പനയാൽ അവർ ദാനിയേലിനെ കൊണ്ടുവന്ന് സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ടുകളഞ്ഞു. രാജാവ് ദാനിയേലിനോട് സംസാരിച്ചു, നീ ഇടവിടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം നിന്നെ രക്ഷിക്കും എന്ന് കൽപ്പിച്ചു. മതി. താങ്ക്യൂ. ഞാൻ അണ്ടർലൈനൊക്കെ ചെയ്തിരിക്കുന്ന ആ പോർഷനിൽ മീൻസ് ആ ചാപ്റ്ററിൽ മിക്കവാറും എല്ലാ ഒത്തിരി വേർഡുകളിലൊക്കെ അണ്ടർലൈനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇതിനെക്കുറിച്ച് എനിക്കും പ്രത്യേകിച്ച് ഒന്നും കാര്യം എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണല്ലോ എന്ന് ഞാനിങ്ങനെ വിചാരിച്ചു. പക്ഷേ വീണ്ടും എൻ്റെ മനസ്സിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് ഒരു പ്രേരണ തന്നു, നീ വീണ്ടും വായിക്കാൻ വേണ്ടി. വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ വാക്യം പ്രത്യേകിച്ച് എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നു. അതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. താങ്ക് യു ജീസസ്. അപ്പം ദാനിയേലിൻ്റെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. എന്താണ് ദാനിയേലിൻ്റെ ജീവിതത്തിൽ നടന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ ദൈവവചനത്തിൽ കൂടെ നമുക്ക് വ്യക്തമായിട്ട്, അല്ലെങ്കിൽ ആ ചാപ്റ്ററിൽ കൂടെയൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യം, നമ്മൾ വളരെ കേട്ടിട്ടുള്ളതായ കാര്യങ്ങൾ തന്നെയാണ്. ദാനിയേലിനെ സംബന്ധിച്ചിടത്തോളം ദൈവഭക്തനായ ഒരു ദൈവവേദലായിരുന്നു. ദൈവത്തെ ഏത് സാഹചര്യത്തിലും ദൈവത്തെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ജീവിച്ചതായ ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ തൻ്റെ ജീവിതത്തിലേക്ക്
ഒരു പ്രതിസന്ധി ആര് കൊണ്ടുവരുന്നു? സ്വയമായിട്ട് വല്ലതും ദാനിയേൽ വല്ലതും ചെയ്തോ? ഒന്നുമില്ല. മറിച്ച് ദാനിയേലിൻ്റെ ശത്രുക്കൾ, എങ്ങനെ ദാനിയേലിൻ്റെ ശത്രുക്കൾ ഉണ്ടായി? ദാനിയേൽ അവർക്ക് എന്തെങ്കിലും ദോഷം ചെയ്തോ? ഒരു ദോഷവും ചെയ്തില്ല. മറിച്ച് ഇപ്പം നമുക്ക് പറയാം, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ദാനിയേൽ ആ നന്നായിരിക്കുന്ന അവസ്ഥ, അല്ല ദൈവം കൊടുത്തിരിക്കുന്ന ആ ജ്ഞാനത്തിൽ ദൈവം ആ ദാനിയേൽ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ മറ്റുള്ളവർക്കുണ്ടാകുന്ന ഒരു ജലസ്, ഒരു അസൂയ, അതാണ് ദാനിയേലിൻ്റെ ജീവിതത്തിനെതിരായിട്ട് വന്നതായ ഒരു കാര്യം. താങ്ക് യു ലോർഡ്. എന്നാൽ ഈ ദാനിയേലിൻ്റെ ശത്രുക്കൾ എന്ത് തീരുമാനിക്കുന്നു? ദാനിയേലിൻ്റെ ശത്രുക്കൾ അവർ പ്ലാൻ ചെയ്യുന്നു ചിലതൊക്കെ. ശത്രുക്കൾ ചിലതൊക്കെ ആർക്കെതിരായിട്ട് പ്ലാൻ ചെയ്യുന്നു? ഈ ദാനിയേലിനെതിരായിട്ട്, അല്ലെ ദൈവ പൈതലിനെതിരായിട്ട് പ്ലാൻ ചെയ്യുന്നു. ദൈവ പൈതലിനെതിരായിട്ട് ഈ ശത്രുക്കൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് തീരുമാനങ്ങളൊക്കെ എടുക്കുന്നു. എന്നാൽ അവിടെ ഒരു രാജാവിനെ കുറിച്ച് നമുക്ക് അവിടെ വ്യക്തമായിട്ട് പറയാം. ആ സമയത്ത് അവിടെ ഭരിച്ചിരുന്ന രാജാവ്, താങ്ക് യു ലോർഡ്, ദാരിവേശ് രാജാവ് അവിടെ ഭരിച്ചിരുന്ന ആ സമയത്താണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. ഈ ദാരിവേശ് രാജാവ് അവിടെ ഭരിക്കുന്ന ആ സമയത്ത് ഈ രാജാവിന് ഈ ദാനിയേലിനോട് നല്ലൊരു സിമ്പതി ഉണ്ടായിരുന്നു, നല്ലൊരു സ്നേഹം ഉണ്ടായിരുന്നു. കാര്യം രാജാവിൻ്റെ ഹിതപ്രകാരം, ദൈവത്തിൻ്റെ ആലോചന പ്രകാരം ദാനിയേൽ കാര്യങ്ങളൊക്കെ നടത്തുന്നുള്ളതുകൊണ്ട് വളരെ സ്മാർട്ടായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ നടത്തി എന്നുള്ളതിൽ ദാരിവേശ് രാജാവും വളരെ സന്തോഷവാനായിരുന്നു. എന്നാൽ അവിടുത്തെ ദാനിയേലിൻ്റെ കൂട്ടത്തിലുണ്ടതായ ചില പ്രഭുക്കന്മാർ എഴുന്നേറ്റ് ഈ ദാനിയേലിന് വിരോധമായിട്ട് ചില കൂടിയാലോചനകളൊക്കെ അവിടെ നടത്തുന്നു. എന്നിട്ട് അവിടെ നടക്കുന്നതായ സംഭവങ്ങളൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അവരുടെ ഒരു കൽപ്പന ഈ രാജാവിനെ കൊണ്ട് പുറപ്പെടുവിക്കുന്നു. എന്താണ് കൽപ്പന? ോ കൽപ്പന അവിടെ പുറപ്പെടുവിക്കുന്നു. ദാനിയേൽ അല്ലെങ്കിൽ രാജ്യത്തുള്ള എല്ലാവരും 30 ദിവസത്തേക്ക് ഈ ദാരിവേശ് രാജാവിനോടല്ലാതെ മറ്റാരോടും പ്രാർത്ഥിക്കരുത് എന്നുള്ളതായ ഒരു കൽപ്പന പുറപ്പെടുവിക്കുന്നു. ആരെ കൊണ്ട് പുറപ്പെടുവിക്കുന്നു? രാജാവിനെ കൊണ്ട്. ആരുടെ നാമത്തിൽ കൽപ്പന പുറപ്പെടുവിക്കുന്നു? മേത്യരുടെയും പാർശ്യരുടെയും നിയമപ്രകാരം. അത് മേത്യരുടെയും പാർശ്യരുടെയും നിയമപ്രകാരം ഒരു നിയമം അല്ലെങ്കിൽ ഒരു കൽപ്പന ഈ രാജാവിനെ കൊണ്ട്, അല്ലെങ്കിൽ അന്നത്തേതായ രീതി അനുസരിച്ച്, അവരുടേതായിട്ടുള്ള രീതി അനുസരിച്ച് ഒരു കൽപ്പന, അവരുടെ കൽപ്പന പുറപ്പെടുവിക്കുന്നത് മേത്യരുടെയും പാർസികളുടെയും നിയമപ്രകാരം ഒരു കൽപ്പന അവിടെ പുറപ്പെടുവിക്കുന്നു. ഈ കൽപ്പന പുറപ്പെടുവിച്ചതിന് ശേഷം പിന്നീട് താങ്ക് യു ലോർഡ് അവിടെ എന്താണ് നടക്കുന്നത്? അതിന് മുമ്പായിട്ടൊരു കാര്യം, ഈ കൽപ്പന എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ മനസ്സിലാക്കുക, താങ്ക് യു ജീസസ്, ഹല്ലേലൂയ, അത് ലോകപ്രകാരമുള്ളതായ നിയമം. ഈ മേത്യരുടെയും പാർശ്യരുടെയും നിയമം എന്ന് പറയുമ്പം ലോകപ്രകാരമുള്ളതായ ഒരു നിയമമാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഈ ലോകത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുന്നു. എന്നാൽ മേത്യരുടെയും പാർശ്യരുടെയും നിയമത്തിന് നമ്മുടെ മേൽ അധികാരം ഉണ്ടായിരിക്കാം. പക്ഷെ എന്നുണ്ടെങ്കിൽ അതിന് മുകളിൽ നമുക്കൊരു നിയമം ഉണ്ടെന്നുള്ള കാര്യം ദാനിയേൽ നന്നായിട്ട് തിരിച്ചറിഞ്ഞു. ദാനിയേൽ മാത്രമല്ല തിരിച്ചറിഞ്ഞത്, ഏറ്റവും വളരെ ബ്യൂട്ടിഫുൾ, എന്നെ സന്തോഷിപ്പിച്ച ഒരു കാര്യം, ഈ ദാരിവേശ് രാജാവ് അത് തിരിച്ചറിഞ്ഞു. രാജാവ് മേത്യരുടെയും പാർശ്യരുടെയും നിയമപ്രകാരം അവിടെ ഒരു ഓർഡർ കൽപ്പിക്കുന്നുവെങ്കിലും രാജാവിന് ഒരു കാര്യം അറിയാം, അതിനപ്പുറത്തായിട്ട് ദാനിയേൽ സേവിക്കുന്ന ദൈവത്തിന് വേറൊരു നിയമം ഉണ്ടെന്നുള്ള കാര്യം ദാരിവേശ് രാജാവ് തിരിച്ചറിയുന്നു. ഇത് മറ്റുള്ളവർ തിരിച്ചറിയുന്നുണ്ടോ? ഇല്ല. ദാനിയേലിന് എഗനിഷായിട്ട് വന്നതായ മറ്റ് വ്യക്തികളോ ഇവരാരും ഈ കാര്യം തിരിച്ചറിയുന്നില്ല. അവര് കാണുന്നത് എന്താ? അവരെ കാണുന്നത് ഈ കൽപ്പന ദാരിവേശ് രാജാവ് മേത്യരുടെയും പാർശ്യരുടെയും നിയമപ്രകാരം കൽപ്പന പുറപ്പെടുവിച്ചു കഴിഞ്ഞപ്പം ദാനിയേൽ എന്ത് ചെയ്യുന്നു? അവൻ തൻ്റെ ഭവനത്തിലേക്ക് കടന്നു ചെന്ന്
പ്രാർത്ഥിക്കുന്നതും മുട്ടുമടക്കുന്നതും കാര്യങ്ങളൊക്കെയാണ് അവർക്ക് കാണാൻ പറ്റുന്നത്. ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക, എനിക്ക് ലോഡ് അല്ലെങ്കിൽ ഒരു ദൈവം ഇതിൽ മുട്ടുമടക്കുമ്പോൾ മറ്റുള്ളവർക്ക് കാണാൻ മേലാത്ത ചില കാര്യങ്ങളൊക്കെ, ഹല്ലേലൂയ, മറ്റുള്ളവർക്ക് ചിന്തിക്കാൻ മേലാത്ത കാര്യങ്ങളൊക്കെ ചിലതൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അത് നിന്റെ ശത്രുക്കൾക്കൊന്നും കാണാനായിട്ട് സാധിക്കത്തില്ല. അതാണ് അതിനകത്തെ പ്രത്യേകത. അത് കാണുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നിനക്ക് ദാനിയേൽ അന്നേരം കാണാൻ പറ്റിയോ? ഇല്ല. ദാനിയേൽ വിചാരിക്കുന്ന പോലെ പെട്ടെന്ന് അവിടെ വല്ലതും നടന്നോ? ഇല്ല, നടന്നില്ല. നമ്മൾ പലപ്പോഴും മുട്ടുമടക്കുന്ന അവസരത്തിലായിരിക്കത്തില്ല ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ കണ്ണിന് മുമ്പിൽ കാണുന്നത്. താങ്ക്യൂ. നമ്മുടെ കണ്ണിന് മുമ്പിൽ കാണുന്നില്ലെങ്കിലും അതുകൊണ്ടാണ് നമ്മൾ പാടുന്നത്, ഈവൻ ദോ വി ആർ നോട്ട് സീയിങ് ഹി ഈസ് വർക്കിംഗ്. താങ്ക്യൂ. നമ്മുടെ ദൈവത്തിന്റെ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണെന്നേ. താങ്ക്യൂ. പലപ്പോഴും നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ രീതിയിൽ പെട്ടെന്ന് കാര്യങ്ങളൊന്നും നടക്കുന്നില്ലെന്നുണ്ടെങ്കിലും ദൈവത്തിന്റെ പ്രവൃത്തി നടത്തിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ കരം ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. താങ്ക്യൂ. ആ ദൈവത്തിന്റെ സാന്നിധ്യം ഉള്ളപ്പോൾ ശത്രുവിന് നമ്മളെ തൊടുവാനായിട്ട് സാധിക്കത്തില്ല. എന്നാൽ ഇവിടെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതായ 1-2 ഭാഗങ്ങൾ അവിടെ ഉള്ളത് ഈ ദാരിവേശ് രാജാവിനെ കുറിച്ചാണ്. ഈ ദാരിവേശ് രാജാവ് ഈ ഒരു കൽപ്പന അവിടെ പുറപ്പെടുവിക്കുന്നു. എന്ത് കൽപ്പന? ഈ രാജാവിനെ വണങ്ങാത്ത മറ്റുള്ളവരെയെല്ലാം ഈ സിംഹത്തിന്റെ ഗുഹയിൽ ഇട്ട് കളയണം എന്നുള്ളതായ മേൽത്തിയരുടെയും പാർസ്യരുടെയും നിയമം അവിടെ ഉണ്ടായിരിക്കുമ്പോഴും അപ്രകാരം തന്നെ ഈ ദാനിയേലിനെതിരായിട്ട് കംപ്ലൈന്റ് വന്നതിന് ശേഷം ദാനിയേലിനെ സിംഹത്തിന്റെ കുഴിയിൽ ഇടുവാൻ വേണ്ടി പ്ലാൻ ചെയ്ത അവസരത്തിലും താങ്ക് യു ലോർഡ്, ഈ ദാരിവേശ് രാജാവ് എന്താ ചിന്തിക്കുന്നത്? ദാരിവേശ് രാജാവ് ചിന്തിക്കുന്നത്, എനിക്ക് എങ്ങനെയെങ്കിലും ഈ ദാനിയേലിനെ ഇതിൽ നിന്ന് ഒന്ന് വെളിയിൽ കൊണ്ടുവരണം, ഒന്ന് രക്ഷിക്കണമെന്ന് ഈ രാജാവ് ആഗ്രഹിക്കുന്നു. ആരാഗ്രഹിക്കുന്ന? കൽപ്പന പുറപ്പെടുവിച്ച ദാരിവേശ് രാജാവ് ചിന്തിക്കുക, എനിക്ക് എങ്ങനെയെങ്കിലും ആരാ ഈ ദാനിയേൽ ആരാ? അല്ലെങ്കിൽ വേറൊരു ദാനിയേൽ ആ നാട്ടുകാരനാണോ? അല്ലെന്നേ, അവൻ പരദേശിയാ. അവനെ എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം. എങ്കിൽ ആര് നോക്കുന്നു? ഈ വലിയ രാജാവ് നോക്കുക. താങ്ക് യു ലോർഡ്. ഒന്ന് മനസ്സിലാക്കുക, ലോകത്തിന്റെ നിയമങ്ങള്, ലോകത്തിന്റെ പ്ലാനുകള്, ലോകത്തിന്റെ വലിയവരൊക്കെ നോക്കുന്ന സ്ഥാനത്ത് അവരുടെ പ്രതീക്ഷകളൊക്കെ അസ്തമിക്കുക. അവരുടെ പ്രതീക്ഷകളെല്ലാം അസ്തമിക്കുക. ഈ ദാരിവേശ് രാജാവിന് ഈ ദാനിയേലിനെ രക്ഷിക്കാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല. അവൻ വളരെ ദുഃഖത്തിലായിരിക്കുക. അങ്ങനെയാണ് ദൈവവചനം പറഞ്ഞിരിക്കുന്നത്. അവൻ വളരെ ദുഃഖത്തിലായിരിക്കുക. ലോകത്തിൽ ഒരു മനുഷ്യർക്കും സാധിക്കാത്തത്, ദാരിവേശ് രാജാവിന് സാധിക്കാത്തത്. താങ്ക്യൂ. ദാരിവേശ് രാജാവായിരുന്നിട്ടും അവനെ കൊണ്ട് സാധിക്കുന്നില്ല. ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ മുമ്പിൽ ഉള്ളതായ വിഷയങ്ങള് നമ്മൾ ലോകപ്രകാരം ചിന്തിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ അല്ലെങ്കിൽ ലോകത്തിൽ ഒരു മനുഷ്യനും സാധിക്കാത്ത കാര്യങ്ങളെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം, ആ ദൈവമാണ് ദാനിയേലിന്റെ ദൈവം. രാജാവിന് സാധിക്കാത്ത കാര്യങ്ങള് നമുക്ക് വേണ്ടി നിയമം മാറ്റിയിരുന്ന ദൈവം, നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവം. ലോകത്തിന്റെ നിയമങ്ങൾക്കപ്പുറത്തായിട്ട് ഒരു നിയമമുണ്ട് ഒരു ദൈവത്തിന് വേണ്ടി. തയ്ക്കിലോ ലോകത്തിന്റെ പ്ലാനുകൾക്കപ്പുറത്തായിട്ട് ഒരു പ്ലാൻ ഉണ്ട് ഒരു ദൈവത്തിന്റെ പൈതലിന് വേണ്ടി. തയ്ക്കിലോ എന്തിവിടെ നടന്നു? ദാരിവേശ് രാജാവ് വളരെ ദുഃഖിതനായിട്ട് അവിടെ തീരുന്നു. തയ്ക്കിലോ അങ്ങനെ ദാനിയേലിനെ ആ സിംഹക്കുഴിയിൽ ഇട്ടതിന് ശേഷം അടുത്ത പോയിന്റിലേക്ക് നമുക്ക് കടന്നു വരുന്നു. എന്താണ് അവിടെ നടന്നത്? താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ദാനിയേലിനെ സിംഹക്കുഴിയിൽ ഇടുന്ന ആ സമയത്ത് ആ ഗേറ്റൊക്കെ അടയ്ക്കുന്നതിന് മുമ്പായിട്ട് താങ്ക്യൂ, ആ കല്ല് വെച്ച് ആ ഗുഹയുടെ വാതിലൊക്കെ അടയ്ക്കുന്നതിന് മുമ്പായിട്ട്, ഓ താങ്ക് യു ജീസസ്, ഈ ദാരിവേശ് രാജാവിന് ഒരു വെളിപ്പാടുണ്ടായി. അങ്ങനെ തന്നെ ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു.
താങ്ക് യു ലോ. ദാരിവേശ് രാജാവിനെ കൊണ്ട് ദൈവം ഒരു കൽപ്പന പുറപ്പെടുവിക്കുകയാണ്, രണ്ടാമതൊരു കൽപ്പന. താങ്ക് യു. ഞാൻ ഒരു പോർഷൻ വായിച്ച സമയത്ത് അവിടെയാണ് എൻ്റെ ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ ചിന്തിപ്പിച്ചത്. രാജാവ് ആദ്യമേ കൽപ്പന കൊടുത്തു, മേത്യരുടെയും പാർശ്വരുടെയും നിയമപ്രകാരം ദാനിയേലിനെ സിംഹക്കുഴിയിൽ ഇടുവാൻ വേണ്ടി രാജാവ് കൽപ്പന കൊടുത്തു. അത് ശരി, താങ്ക് യു ലോർഡ്. എന്നാൽ ഇപ്പോൾ രണ്ടാമതായിട്ട് രാജാവ് ഒരു കൽപ്പന പുറപ്പെടുവിക്കാം. ഒന്നുകൂടി ഒന്ന് വായിക്കാം. താങ്ക് യു ലോർഡ്. അങ്ങനെ രാജാവിന്റെ കൽപ്പനയാൽ അവർ ദാനിയേലിനെ കൊണ്ടുവന്ന് സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ട് കളഞ്ഞു. രാജാവ് ദാനിയേലിനോട് സംസാരിച്ചു, നീ ഇടപെടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം നിന്നെ രക്ഷിക്കും എന്ന് കൽപ്പിച്ചു. താങ്ക് യു ലോർഡ്. നമ്മളത് വളരെ സിമ്പിളായിട്ട് അങ്ങ് വായിച്ച് വിടാറേ ഉള്ളൂ അല്ലേ? നോക്കിക്കോണം, അത് വെറും രാജാവ് അവിടെ വെറുതെ അങ്ങനെ പറഞ്ഞു എന്നാണോ അവിടെ പറയുന്നത്? കൽപ്പിച്ചു. ഓ താങ്ക് യു ലോർഡ്. ഇതൊരു കൽപ്പന അവിടെ പുറപ്പെടുവിക്കുക. ഒന്നുകൂടെ ഒന്ന് ചിന്തിച്ച് അതിൻ്റെതായിട്ട് അതിൻ്റെ ഡെപ്ത് ഒന്ന് മനസ്സിലാക്കിക്കേ. നീ ഇടപെടാതെ സേവിക്കുന്ന നിന്റെ ദൈവം, ഹല്ലേലൂയ, ദാനിയേലിന്റെ ദൈവം, ദാനിയേലിന്റെ ദൈവത്തിന്റെ നാമത്തിൽ രാജാവ് ഇവിടെ ഒരു സെക്കൻഡ് കൽപ്പന പുറപ്പെടുവിക്കുന്നു. ഹല്ലേലൂയ. ഈ ദാനിയേലിന്റെ ദൈവത്തിന്റെ നാമത്തിൽ ഒരു സെക്കൻഡ് കൽപ്പന പുറപ്പെടുവിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നീട് അവിടെ സിംഹങ്ങൾക്ക് വല്ലതും ചെയ്യുവാൻ സാധിക്കുവോ? താങ്ക് യു ലോ. പഴയത് അവിടെ നീങ്ങിപ്പോയി. ദാരിവേശ് രാജാവ് കൽപ്പന ആദ്യമേ എന്താ പുറപ്പെടുവിച്ചത്? സിംഹത്തിന്റെ ഗുഹയിൽ ഇടാൻ വേണ്ടി കൽപ്പന പുറപ്പെടുവിച്ചു. പക്ഷെ എന്നുണ്ടെങ്കിൽ സെക്കൻഡ് കൽപ്പന വന്നു, സിംഹത്തിനോട് ദാനിയേലിനെ തൊടരുതെന്ന്. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. സെക്കൻഡ് കൽപ്പന അവിടെ വന്നു. ഹല്ലേലൂയ. ഇത് മറ്റുള്ളവർ തിരിച്ചറിയുന്നുണ്ടോ? മേത്യരുടെയും പാർശ്വരുടെയും നിയമപ്രകാരം കൽപ്പന ദാനിയേലിനെ സിംഹത്തിന്റെ കുഴിയിൽ ഇടാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഇതാ സെക്കൻഡ് കൽപ്പന അവിടെ വന്നിരിക്കുന്നു. ഹല്ലേലൂയ. അവർ ചിന്തിക്കാത്ത രീതിയിൽ രാജാവിനെ കൊണ്ട് ദൈവം ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. നമ്മുടെ ദൈവത്തിന്റെ ശക്തി ഒന്ന് മനസ്സിലാക്കണം. ഹല്ലേലൂയ. ആർക്ക് വേണ്ടി ദൈവം കൽപ്പന പുറപ്പെടുവിച്ചു? ദാനിയേലിന് വേണ്ടി, മുട്ടുമടക്കുന്നവന് വേണ്ടി, വിശ്വസനായ ദാനിയേലിന് വേണ്ടി ദൈവം കൽപ്പന പുറപ്പെടുവിച്ചു. അതുകൊണ്ട് നമുക്ക് എന്താണ് ഈ സംഭവത്തിൽ കൂടിയൊക്കെ നമുക്ക് എന്താ മനസ്സിലാക്കുന്നത്? ഹല്ലേലൂയ. സാഹചര്യങ്ങൾ എന്തും നമ്മുടെ മുമ്പിൽ നിന്നോട്ട്, നമ്മുടെ മുമ്പിൽ ഏത് വിഷയവും ആയിക്കോട്ടെ, എനിക്ക് ലോകപ്രകാരം പറഞ്ഞു കഴിഞ്ഞാൽ യെസ്, സിംഹം റെഡിയായിട്ട് നിൽക്കുന്നു, മുമ്പിൽ സിംഹം റെഡിയായിട്ട് നിൽക്കുന്നു. ദാനിയേലിനെ ഇടുവാൻ വേണ്ടി പടയാളികൾ അവിടെ റെഡിയായിട്ട് നിൽക്കുന്നു. കൽപ്പന അവരുടെ കയ്യിലുണ്ട്. ഇനി ഏതാനും നിമിഷങ്ങൾക്കകം ദാനിയേലിന്റെ ജീവൻ ഈ ലോകത്ത് നിന്നും മാറ്റപ്പെടുമെന്ന് അവന്റെ ശത്രുക്കൾ തീരുമാനിക്കുമ്പോൾ, ഹല്ലേലൂയ, അവർ തീരുമാനിച്ച് അവിടെ മുദ്രവയ്ക്കുന്നു. എന്നാൽ അതിനപ്പുറത്തായിട്ട്, ഹല്ലേലൂയ, നമ്മുടെ വിഷയങ്ങളുടെ മുഖത്ത്, നമ്മൾ ചിന്തിക്കുന്ന ആ വിഷയങ്ങളുടെ മുഖത്ത്, അല്ലെങ്കിൽ എന്നെ കേൾക്കുന്നവർ അല്ലെങ്കിൽ അഭിമുഖീകരിക്കുന്ന ആ വിഷയങ്ങളുടെ മുഖത്ത് നീ സേവിക്കുന്ന ദൈവത്തിന്റെ ശക്തിക്ക് വേറൊരു ലെവലുണ്ട്. താങ്ക് യു ലോ. നമ്മൾ സേവിക്കുന്ന ദൈവത്തിന്റെ ശക്തിക്ക് വേറൊരു ലെവലുണ്ട്. നമ്മുടെ ദൈവത്തിന്റെ ശക്തി അവിടെ വെളിപ്പെട്ട് കഴിയുമ്പോൾ പഴയതൊക്കെ അവിടെ ക്യാൻസൽ ആകും. താങ്ക് യു ലോർഡ്. അത് എത്ര പ്രബലനായ രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചാലും, ഏത് മേത്യരുടെയും പാർശ്വരുടെയും നിയമപ്രകാരമുള്ള കൽപ്പനയായാലും, ഹല്ലേലൂയ, താങ്ക് യു ജീസസ്, ഹല്ലേലൂയ, ആമേൻ, ഏത് ലോകത്തിനുള്ളതായ ഏത് രാജാവിന്റെ ശക്തിയായിരുന്നാലും, ഹല്ലേലൂയ, ഒരു കാര്യം മനസ്സിലാക്കുക, ജീവനുള്ള ദൈവത്തെ സേവിക്കുന്ന ദാനിയേലിന് വേണ്ടി, അല്ലെങ്കിൽ ജീവനുള്ള ദൈവത്തെ സേവിക്കുന്ന നമുക്ക് വേണ്ടി നമ്മുടെ ദൈവത്തിന്റെ ഒരു കൽപ്പന ആര് പുറപ്പെടുവിക്കണം? താങ്ക് യു ലോ. ദാരിവേശ് രാജാവ് തന്നെ അവിടെ പുറപ്പെടുവിക്കുക. താങ്ക് യു ലോ. ആ രാജാവ് ഒന്ന് നന്നായിട്ട് തിരിച്ചറിയുന്നു, ഈ ദാനിയേലിന്റെ ദൈവം വേറെയാണ്. ഞാൻ മാനുഷികമായിട്ടുള്ള കൽപ്പനയൊക്കെ പുറപ്പെടുവിച്ചാലും, താങ്ക് യു ലോ,
ലോർഡ്. ദാരിവേശ് രാജ ഒന്ന് തിരിച്ചറിയുന്നു, അതിന് മുകളിലായിട്ട് ദാനിയേൽ സേവിക്കുന്ന ദൈവത്തിന്റെ ശക്തി അവന്റെ മേലുണ്ട്. ആ ദൈവത്തിന്റെ നാമത്തിൽ ഈ ദാരിവേശ് രാജാവ് ഒരു കൽപ്പന അവിടെ പുറപ്പെടുവിച്ചു. പിന്നെ സിംഹങ്ങൾ അവിടെ നോക്കി നിൽക്കാനേ സാധിക്കത്തുള്ളൂ. ശത്രുക്കൾ ഒരു പക്ഷെ എന്നുണ്ടെങ്കിൽ പോയി. അവർ വിചാരിക്കുന്നു, അവർ വളരെ സന്തോഷത്തോടെ വളരെ സെലിബ്രേഷനൊക്കെ നടത്തുവാണ്. താങ്ക് യു ലോ. ആര് നടത്തുന്നു? ഹല്ലേലൂയ. ദാനിയേലിനെ സിംഹക്കുഴിയിൽ ഇടാൻ വേണ്ടി പ്ലാൻ ചെയ്തവർ അവർ വളരെ സെലിബ്രേഷൻ നടത്തുക. ഞാൻ മനുഷ്യന്മാരിതിൽ അങ്ങനെ ചിന്തിക്കുക. താങ്ക് യു ലോ. അവർക്ക് വളരെ സന്തോഷമായി. അവരുടെ എനിമി തീർന്നു, സിംഹത്തിന്റെ കുഴിയിൽ തീർന്നു, സിംഹത്തിന്റെ വായിൽ അടയ്ക്കപ്പെട്ടു. എന്നാൽ ഇവർക്ക് ഹല്ലേലൂയ തിരിച്ചറിയാൻ പറ്റുമോ രാജാവിടെ വേറൊരു കൽപ്പന പുറപ്പെടുവിച്ചെന്ന്? അവർക്കത് മനസ്സിലാക്കുന്നില്ല. അവർക്ക് സിംഹത്തിന്റെ വായിൽ വരെ പോകുന്ന അല്ലെങ്കിൽ ഗുഹയിൽ കൊണ്ട് ഇടുന്നത് വരെ അവർക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. ഓ താങ്ക് യു ജീസസ്. ലോകത്തിൻ്റെതായ ഡോക്ടർമാർക്ക് ചിന്തിക്കുന്നതിനപ്പുറത്തായിട്ട്, ലോകത്തിൻ്റെതായ സയന്റിസ്റ്റ് ചിന്തിക്കുന്നതിനപ്പുറത്തായിട്ട്, ലോകത്തിൻ്റെതായ പ്രഭുക്കന്മാർ ചിന്തിക്കുന്നതിനപ്പുറത്തായിട്ട്, ഹല്ലേലൂയ താങ്ക് യു ജീസസ്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതൽ, നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുവാനായിട്ട് സർവശക്തനായ ദൈവത്തെയാണ് നീ ആരാധിക്കുന്നു എന്നുള്ള കാര്യം നീ മറന്നു പോകരുത്. താങ്ക് യു ലോർഡ്. നീ ആ വിശ്വാസത്തോടുകൂടി, ആ പൂർണ്ണ ഉറപ്പോടുകൂടി, താങ്ക് യു ലോർഡ്. ഇവിടെ ദാരിവേശ് രാജാവ് പറഞ്ഞതുപോലെ ഹല്ലേലൂയ, ഇവിടെ വിടുവിക്കണേ നല്ല ദാരിവേശ് രാജാവ് പറഞ്ഞത്. ഹല്ലേലൂയ. ഒന്നും കൂടെ ഒന്ന് എടുത്തു വായിക്കാം. എങ്ങനെയാണ് ഒന്നുകൂടെ ദാരിവേശ് രാജാവിന്റെ സെക്കൻഡ് കൽപ്പന വന്നേക്കുന്നത്? നീ ഇടപെടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം നിന്നെ രക്ഷിക്കുമെന്ന് കൽപ്പിച്ചു. Thank you, Lord. Hallelujah. നീ ഇടപെടാതെ സേവിക്കുന്ന നിന്റെ ദൈവം നിന്നെ രക്ഷിക്കും എന്ന് കൽപ്പിച്ചു. അവിടെ കോംപ്രമൈസ് ഒന്നും ഇല്ല. താങ്ക് യു ലോ. രക്ഷിക്കണമേ എന്നൊന്നും അല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്, നിന്നെ രക്ഷിക്കും. ഹല്ലേലൂയ. ഒരു ദൈവം അതിന്റെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാകണം ഇപ്രകാരം ഒരു കോൺഫിഡൻസ്, എന്റെ ദൈവം എന്നെ രക്ഷിച്ചിരിക്കും. ഹല്ലേലൂയ. എന്റെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ചിരിക്കും. അതാണ് ഓർഡർ എന്ന് പറയുന്നത്. താങ്ക് യു ലോ. ഓർഡർ എന്ന് പറയുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ കൽപ്പന എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ഒരു കൺഫർമേഷൻ ആയി. താങ്ക് യു ലോ. അത് നടക്കുക തന്നെ ചെയ്യും. ആ രാജകൽപ്പന അവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് മാറ്റം വരുത്താൻ ആർക്കും പറ്റുമോ? താങ്ക് യു ലോ. ഒരു ശക്തിക്കും മാറ്റം വരുത്തുവാനായിട്ട് സാധിക്കത്തില്ല. ഒരു അധികാരിക്കും മാറ്റം വരുത്തുവാനായിട്ട് സാധിക്കും. നിന്റെ ദൈവം നിന്നെ രക്ഷിക്കും. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. പിന്നീട് നടന്ന സംഭവങ്ങളൊക്കെ നമുക്കറിയാം. എന്താണ് അവിടെ നടന്നത്? ആദ്യ രാജാവിന്റെ കൽപ്പന പോലെ സിംഹം അവിടെ നോക്കി നിന്നു. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. സിംഹം അവിടെ നോക്കിയിരിക്കുവാനല്ലാതെ അവിടെ ഒന്നും സാധിക്കത്തില്ല. കാര്യം എന്തുകൊണ്ട്? ഇത് ജീവനുള്ള ദൈവത്തിൻ്റെതായ ഹല്ലേലൂയ നാമത്തെ ചെയ്തതായ കൽപ്പനയാണ്. അതിനെ സിംഹത്തെ ഉണ്ടാക്കിയ ദൈവം ഉണ്ടല്ലോ, അത് മേത്യരുടെയും പാർശ്വരുടെയും നിയമം അല്ലെന്നേ. ഹല്ലേലൂയ. സിംഹത്തെ ഉണ്ടാക്കിയ ദൈവം സർവശക്തനായ ദൈവമാണ്. ആ ദൈവത്തിന്റെ നാമത്തെ നീ ഒന്ന് ഡിക്ലെയർ ചെയ്താൽ നിന്റെ മുമ്പിൽ നിൽക്കുന്ന ഏത് സിംഹങ്ങളുടെയും വായ അടയുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഏത് പ്രതിസന്ധികളുടെയും നടുവിൽ ദൈവം നിനക്ക് വിജയം നൽകുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. താങ്ക് യു ലോ. പിന്നീട് എന്ത് നടന്നു? ഹല്ലേലൂയ. ശത്രുക്കൾ സെലിബ്രേഷൻ ഒക്കെ നടത്തിയതായ ശത്രുക്കളെ പിന്നെ എന്ത് നടന്നു? ഹല്ലേലൂയ. അടുത്ത രാജാവിന്റെ ഒരു കൽപ്പന വരിക. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. ആ രാജാവിന്റെ കൽപ്പനയുടെ മുമ്പിൽ ഇവിടെ സിംഹങ്ങൾ റെഡിയായിട്ട് നിൽക്കുക. താങ്ക് യു. ദാനിയേൽ വെളിയിൽ വന്നു. ദൈവത്തിന്റെ അഭിഷക്തൻ വെളിയിൽ വന്നു. താങ്ക് യു ലോർഡ്. അവനെ നിരപരാധിയായ ആ ദാനിയേലിനെ ദണ്ഡിപ്പിച്ചതായ അവന്റെ ശത്രുക്കൾ ഈ സിംഹത്തിന്റെ ഗുഹയിൽ വീഴുന്നതിന് മുമ്പായിട്ട് തന്നെ അവിടെ എഴുതിയിരിക്കുന്നു, ആ സിംഹങ്ങൾ അവരെ കുടുംബമായിട്ട് അവരുടെ കുഞ്ഞുങ്ങളെയും ഭാര്യമാരെയും എല്ലാം താങ്ക് യു ലോർഡ് അവരെ വളരെ വളരെ താല്പര്യത്തോടെ ഒരു സദ്യ തന്നെ ഉണ്ടാക്കി. താങ്ക് യു ലോ. ദൈവത്തിന്റെ അഭിഷക്തനെ തൊടുവാൻ സാധിച്ചോ? എന്തുകൊണ്ട് സാധിച്ചില്ല? ഒരു കാര്യം മനസ്സിലാക്കുക, അവിടെ ദാരിവേശ് രാജാവ് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. ഇന്ന് എന്നെ കേൾക്കുന്ന ആ ദൈവത്തിന്റെ പൈതലെ, നമ്മൾ അഭിമുഖീകരിക്കുന്ന ആ വിഷയങ്ങളുടെ മുഖത്ത് നിന്റെ നാവ് കൊണ്ട് നീ കൽപ്പന പുറപ്പെടുവിക്കുക. ആരുടെ നാമത്തിൽ? നിന്റെ ദൈവത്തിന്റെ നാമത്തിൽ. ഈ ദാനിയേലിന്റെ ദൈവമല്ലേ നമ്മുടെ ദൈവം? ഈ ദാനിയേലിന്റെ ദൈവം ഇന്ന് ജീവിക്കുന്നില്ലേ? ഈ ദാനിയേലിന്റെ ദൈവം മരിച്ചിട്ടുണ്ടോ?
ഒരിക്കലും മരിക്കത്തില്ല. താങ്ക്യൂ. അതുകൊണ്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നതായ പ്രശ്നങ്ങളെ ദൈവവചനം പറഞ്ഞിരിക്കുന്നു, നീ ഭൂമിയിൽ കെട്ടുന്നതിനെ സ്വർഗത്തിലും കെട്ടപ്പെടും, നീ ഭൂമിയിൽ അഴിക്കുന്നതിനെ സ്വർഗത്തിലും അഴിയപ്പെടും. ദൈവത്തിൻ്റെ വചനമാണ്. അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ ആമേൻ, നിന്റെ നാവ് കൊണ്ട് ഈ ദാനിയേൽ ദൈവത്തിൻ്റെ നാമത്തിൽ നീ കെട്ടിയാൽ നിന്റെ മുമ്പിൽ നിൽക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും അവിടെ നിനക്ക് കെട്ടുവാനായിട്ടുള്ള അധികാരം നിനക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നിന്റെ നാവ് കൊണ്ട് നീ എഴുതുക, നിന്റെ നാവ് കൊണ്ട് നീ ഡിക്ലെയർ ചെയ്യുക, ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ വൈദ്യരെ, നമ്മൾ ഭയപ്പെടാതെ ഹല്ലേലൂയ, നമ്മൾ ആരാണെന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞുകൊണ്ട്, അത് മാത്രമല്ല നമ്മുടെ ദൈവം ആരാണെന്നുള്ള കാര്യം നമ്മളൊന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്, താങ്ക്യൂ, ഈ ദാനിയേലിൻ്റെ ദൈവമാണ് നമ്മുടെ ദൈവം. ആ ദാനിയേലിൻ്റെ സിംഹക്കുഴിയിൽ നിന്ന് ആ സിംഹത്തിൻ്റെ വായ അടച്ച ദൈവമാണ് നമ്മുടെ ദൈവം. ആ ദൈവത്താൽ അസാധ്യമായ ഒരു കാര്യമില്ല. അതുകൊണ്ട് വിശ്വാസത്തോടുകൂടെ ആമേൻ, ധൈര്യത്തോടുകൂടെ ആ ദൈവസന്നിധിയിലായിരിക്കാം. താങ്ക്യൂ. ഈ വചനങ്ങൾ ആദ്യം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക്യൂ. ഹല്ലേലൂയ.